ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും സീമാസ് ലിറ്റിൽ തോട്ട്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സ്വാഗതം സ്വാഗതം. പിന്നെ ഞാൻ ഇന്ന് ഒരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അമൃതം പൊടി ഉപയോഗിച്ചിട്ട് ഒരു ഉണ്ട തയ്യാറാക്കുന്നത്. എന്തായാലും ഞാനിവിടെ തയ്യാറാക്കുമ്പോൾ നിങ്ങളുമായിട്ട് അതൊന്ന് ഷെയർ ചെയ്യാമല്ലോ എന്ന് കരുതി. ഓക്കെ, ഇത് പകുതി ഞാൻ ഉപയോഗിച്ചതാണ്, പൊട്ടിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചതായിരുന്നേ. നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് കരുതിയാൽ ഇതാ: തേങ്ങ, ചിരവിയ തേങ്ങ, പിന്നെ ഒരു ഏലക്കായ, പിന്നെ അതുപോലെ ഇത്തിരി നെയ്യ്. നമുക്ക് ആദ്യം അമൃതം പൊടി ഒന്ന് വറുത്തെടുക്കാം. ഇതാ ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട്, അടുപ്പ് കാണിച്ചു തരാം കേട്ടോ. വാ. ഓക്കെ, വെച്ചുണ്ടാക്കല്ലേ. ഇതാ പാൻ ഇതാ ചൂടായി വരുന്നുണ്ട്. നമുക്ക് അമൃതം പൊടി പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അടി പിടിക്കരുത്, കരിയരുത് കേട്ടോ. ചെറു തീയിലിതാ കവർ വന്നിട്ടുണ്ട്, പ്ലാസ്റ്റിക് ഇട്ടുണ്ട്. ആ പ്ലാസ്റ്റിക് കവറിലിടാം. ഇതാ ഇത് ചൂടാക്കി എടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ചൂടാക്കി എടുക്കാം. നിങ്ങളെന്നെ കാണൂല, ഫോണങ്ങ് മേലെയാണുള്ളത്. അപ്പം ഞാനിങ്ങനെ കുനിഞ്ഞ് പറയാം. പൊടി നന്നായിട്ട് ഇളക്കട്ടെ, അടി പിടിക്കാതെ ഇളക്കണം കേട്ടോ. ചെറു തീയിലാണ്, എന്നാലേ ഇത് എന്താവുള്ളൂ, നമുക്ക് ശരിക്ക് വറുത്ത് കിട്ടുള്ളൂ. ഓക്കെ, ഇതാ പൊടി നന്നായിട്ട് വറുത്തെടുക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ ഇത് ചെറിയ കുട്ടികൾക്ക് അമൃതം പൊടി അംഗനവാടിയിൽ നിന്നൊക്കെ എന്താണ് കൊടുക്കുന്നതാണ്. അപ്പം ഇത് എന്ന് പറഞ്ഞാൽ ചെറുപയർ, പിന്നെ മുതിര, മുത്താറി, അങ്ങനെ തുടങ്ങിയ കടല, ഇങ്ങനെയുള്ള കുറേ ധാന്യങ്ങൾ കൊണ്ട്, മില്ലറ്റ്സും ധാന്യങ്ങളും ഒക്കെ ചേർത്ത് പൊടിച്ച് നന്നായിട്ട് സംസ്കരിച്ചിട്ടാണിത് പാക്കറ്റിൽ, നല്ല കാറ്റ് കിടക്കാത്ത പാക്കറ്റിൽ ആക്കിയിട്ടാണ് വിതരണം ചെയ്യുന്നത്. ഇതെന്താ ICDS സാമൂഹ്യ വികസന വകുപ്പ്, എന്താണ് സംയോജിത ശിശു വികസനമൊക്കെ ഇല്ലേ. അപ്പോൾ കുട്ടികളുടെ ഇതിന് വേണ്ടിയിട്ടാണ്, ആരോഗ്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് കമ്മിങ് ജനറേഷന് നല്ലൊരു ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, എല്ലാ പ്രോട്ടീൻ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. എൻ്റെ മക്കൾക്ക് ഇതിനെ കൊണ്ടുണ്ടാക്കിയ ഇത് വറുത്ത് കൊടുത്താലും ഉണ്ട ആക്കി കൊടുത്താലും അവർ നന്നായിട്ട് കഴിച്ചോളും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചെറുപ്പത്തിൽ ഞാനിത് മക്കൾക്ക് കൊടുത്തിട്ടില്ല. അങ്ങനെ ഒന്നാമത് പോയി വാങ്ങാനെന്നുള്ള സൗകര്യം അങ്ങനെ അവരാദ്യം കഴിച്ചില്ലായിരുന്നു. പക്ഷെ വലുതായപ്പോൾ അവർക്കിഷ്ടമാണ്. അപ്പം ഞാൻ അങ്ങനെ കൊടുക്കാം. ചൂടായി വരുന്നുണ്ട് കേട്ടോ. ചൂടായി വന്നതിന് ശേഷം നമുക്ക് എന്തൊക്കെ ഇതിൽ ചേർക്കണം, നിങ്ങൾ മറന്നു പോകരുത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് അങ്ങനെ പറയാനൊന്നുമില്ല, എന്നാലും ഇത്തിരി തേങ്ങയും നല്ല മധുരം ഇതിനുണ്ടാവും. അപ്പോൾ പിന്നെ വേറെ നമ്മൾ മധുരം ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതാ അടി ചൂടാകും പെട്ടെന്ന്. നല്ല ചൂടുള്ള പാത്രത്തിലൊക്കെ ആകുമ്പോഴേ ഒന്ന് തൊട്ട് നോക്കുക. അപ്പം ചൂടായിട്ടില്ല. അമൃതം പൊടി ഇങ്ങനെ വറുത്ത് നന്നായിട്ട് വറുക്കൊന്നും വേണ്ട, കാരണം ഓൾറെഡി ഇത് അവർ വറുത്ത് പൊടിച്ച് ശരിയാക്കി കൊണ്ടുവന്നതാണ്. എന്നാലും നമ്മൾ അതിന് ഒരു നല്ലൊരു ഇതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. നന്നായിട്ട് ചൂടാവുമൊന്നും വേണ്ട. ഇത് അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മണത്ത് നോക്കൂ, എന്തൊരു പച്ച മണമൊക്കെ പോകും. എന്തെങ്കിലും ചൂടാക്കിയതാണല്ലോ. ഇത് നന്നായി ചൂടായിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇങ്ങനെ ഉരുട്ടി കൊടുത്താൽ അവരിഷ്ടം പോലെ കഴിച്ചോളൂ കേട്ടോ. ലിമിറ്റഡാണ്, അത്രയും ലിമിറ്റഡാണ് കയ്യിലുള്ളൂ. പക്ഷെ അവർക്ക് അൺലിമിറ്റഡായിട്ട് വേണ്ടി വരും, കാരണം ഇത്തിരിയല്ലേ ഉള്ളൂ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പറഞ്ഞു വന്ന ഇത്രയാണ്. നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ അമൃതം പൊടി ഒരു പാക്കറ്റ് സംഘടിപ്പിക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്തിട്ട് മക്കൾക്ക് കൊടുത്തു നോക്കുക. മക്കൾക്കും വലിയ ആൾക്കാർക്കൊക്കെ കൊടുത്തു നോക്കുക. തീർച്ചയായിട്ടും മക്കൾ കഴിച്ചോളൂ കേട്ടോ. അല്ലല്ലോ, ഇതിന് എന്താണ്, നല്ല ഫാസ്റ്റ് ഫുഡൊന്നുമല്ലല്ലോ, ഇത്രമൊത്തമൊന്നുമില്ല. നല്ലതാണ്, വയറിനും ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ആവശ്യത്തിന് ചൂടായി വന്നിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്ത്, കണ്ടില്ലേ, ഇത്
ചെറിയൊരു ബ്രൗൺ, അങ്ങനെ ബ്രൗൺ ആയില്ല, എന്നാലും ചെറിയൊരു ചൂടായി നല്ലൊരു പരുവായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കാം. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ പൊടി തട്ടി കൊടുത്താൽ വേഗം ചൂടാറുമല്ലോ. പൊടി തട്ടി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം എന്ത് ചെയ്യാം, ഈ നെയ്യില്ലേ, നെയ്യ് ഇത്തിരി ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. വേണമെങ്കിൽ നമ്മൾ ചൂടാക്കുന്നതിന് മുമ്പ് ചട്ടിയിൽ ഒഴിച്ചാലും കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെയാണ് ഒഴിക്കല്. എന്നിട്ട് ഞാൻ കൈ ഒന്ന് കഴുകി വരെ. അല്ല, അതിന് മുന്നേ ഈ ചെറുപായി ചിരവി വെച്ച തേങ്ങ ഇതിലേക്ക് തട്ടി കൊടുക്കുക. പിന്നെ നമ്മുടെ ഏലക്കായ ഇല്ലേ, ഏലക്കായ തൊലി പൊടിച്ചിട്ട്, പൊടിച്ച് വെച്ചതാണെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ പൊടിച്ച് വെക്കാൻ മതി. ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ഞെരടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാൻ കൈ ഒന്ന് കഴുകി വന്നതാണ് ഗൈസ്. അതിനുശേഷം തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടല്ലോ, തിളപ്പിച്ചാറിയ വെള്ളം എടുത്തിട്ട് ഇവിടെ വെക്കാം. തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോഴത്തേക്ക് ചൂട് ആറിയിട്ടുണ്ടാകും. കണ്ടില്ലേ, കുറച്ച് വെള്ളം ഇതിലേക്ക് നമുക്ക് കുടഞ്ഞു കൊടുക്കാം. ഒരുപാട് വേണ്ട വെള്ളം കേട്ടോ, ഇത്തിരി വെള്ളമാണ്. അതിനുശേഷം ഈ പൊടി എന്താണ്, കണ്ടില്ലേ, ഇങ്ങനെ കൈകൊണ്ട് കുഴച്ച് ചൂട് പോയിട്ടോ, ചൂട് പോയി. പിന്നെ ഇങ്ങനെ കുഴച്ച് കൊടുക്കുക. ചൂട് പോയേ. ഇങ്ങനെ ഈ കട്ടകളൊക്കെ, ചെറിയ കട്ടയുണ്ടാവും, ആ കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ച്, കണ്ടില്ലേ, വെള്ളം ഇത്തിരി നനക്കണം കേട്ടോ, ഇല്ലെങ്കിൽ കുട്ടികളൊക്കെ ആകുമ്പോൾ അവർക്ക് തൊണ്ടയിൽ കുടുങ്ങിയിട്ട് അതവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് വെള്ളം അങ്ങ് നനച്ച് കൊടുക്കണം. അതായത് നമുക്ക് കുറച്ച് വെറ്റ് കുറച്ചിങ്ങനെ പിന്നെ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് കുഴച്ചെടുക്കാനും പറ്റുള്ളൂ. ഒരുപാട് വെള്ളമായി പോകണ്ട, പക്ഷെ ഇത്തിരി വെള്ളം വേണം എന്തായാലും. ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കുഴച്ച്, കണ്ടില്ലേ, എല്ലാം നന്നായിട്ട് യോജിപ്പിക്കുക. നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, തേങ്ങ ചിരവി ഇട്ടിട്ടുണ്ട്, ചെറിയ ഏലക്കാത്തരി പൊടിച്ച് ചേർത്തിട്ടുണ്ട്. നല്ലൊരു മണമായിരിക്കും കേട്ടോ, നല്ല മണമായിരിക്കും. കണ്ടില്ലേ, ഇതിൻ്റെ കളർ തന്നെ മാറിയില്ല, ആ വൈറ്റ് കളർ മാറിയിട്ട് കണ്ടില്ലേ, ഈ ഒരു ബ്രൗൺ കളറായിട്ട് ശർക്കര പോലെയൊക്കെ ആയിട്ടുണ്ട്. ശർക്കരയും പഞ്ചസാരയും നിങ്ങൾ വേറെ ചേർക്കണ്ട കേട്ടോ, കാരണം അത്രയും ഇതിന് മധുരമുണ്ട്. പിന്നെ നമ്മൾ ചേർത്താൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല, അങ്ങനെ മധുരമായിപ്പോകും. കണ്ടില്ലേ, കണ്ടല്ലോ. ഇനി ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ പാത്രം എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ഇങ്ങനെ എടുത്ത് ഉരുട്ടി ഇങ്ങനെ ഉരുട്ടി എടുക്കാം. അതിവിടെ ഇരിക്കട്ടെ, ഇരുന്നതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല മുറുക്കത്തിലങ്ങ് ഉരുട്ടിക്കോളൂ. നമുക്കിതിൽ വെക്കാം, പാത്രത്തിൽ വെക്കട്ടെ, പ്ലേറ്റിൽ വെക്കട്ടെ. വേഗം ഇത് മൊത്തത്തിൽ ഉരുട്ടിയെടുക്കാം. വേണമെങ്കിൽ കുഞ്ഞു ഉണ്ടയാക്കാം, കുറച്ച് വലുപ്പത്തിൽ, അത് നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ, എങ്ങനെയാക്കാൻ. കുട്ടികൾക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ആ രീതിയിൽ. ചില കുട്ടികൾ അമൃതം പൊടി കഴിക്കാറില്ലല്ലോ, അപ്പോൾ അവർക്ക് കുറുക്കൊക്കെ ആക്കി കൊടുത്തിട്ട് അവർ കഴിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ട രൂപത്തിലും നമുക്ക് പല ഷേപ്പിലും ഉണ്ടാക്കി കൊടുക്കാൻ. വേണമെങ്കിൽ അതിൽ നമുക്ക് വേറെ ഓരോ ഇൻഗ്രീഡിയൻസ്, വേറെയും പല സാധനങ്ങളും ചേർത്ത് ഉണ്ടാക്കാം. തൽക്കാലം ഞാൻ ഈ ഒരു ഐറ്റം കാണിക്കാം, പിന്നെ അമൃതം പൊടി കൊണ്ട് വേറൊരു ഐറ്റം കാണിക്കാം. ഇതിങ്ങനെ കുഴച്ച് ഉരുട്ടകളാക്കിയിട്ട് ഇങ്ങനെയാക്കാം. ഇങ്ങനെ ഉരുട്ടി ഇത് നമുക്ക് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ.
പക്ഷേ ഇത് കുറേ ദിവസത്തേക്കൊന്നും ഉണ്ടാവില്ല. ഏകദേശം അറ്റ്ലീസ്റ്റ് ഒരു പാക്കറ്റ് ഞാൻ പകുതിയാണ് എടുക്കാറ്. പകുതി കൊണ്ട് ഉണ്ടാക്കിയാൽ ഒരു നേരം 2-3 ഉണ്ടയൊക്കെ അവർ കഴിക്കും. അപ്പോൾ പിന്നെ എല്ലാവരും കൂടി ആകുമ്പോൾ അതങ്ങ് തീരും. അമ്മ ഇവിടെ ഉണ്ടാകുമ്പോൾ അമ്മയ്ക്കും ഇഷ്ടമാണ്, മക്കൾക്കും ഇഷ്ടമാണ്, മണിയേട്ടനും ഇഷ്ടമാണ്. എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല. ഞാൻ ഏറിയാലും ഒന്ന് തിന്നും, അത്ര മാത്രം. പക്ഷെ ഇവരൊക്കെ നന്നായിട്ട് കഴിക്കും കേട്ടോ. ഇവിടെ 4 ഉണ്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാ ധീര കാത്തു നിൽക്കുകയാണ്. കുഞ്ഞാപ്പൂ ഉണ്ടയ്ക്ക് കാത്തു നിൽക്കുകയാണ്. അവൻ വന്നിട്ട് ദോശയൊന്നും കഴിച്ചില്ല, എനിക്ക് ഉണ്ട മതി എന്ന് പറഞ്ഞു. അപ്പം എന്തായാലും ഉണ്ടാക്കുമ്പോൾ ഞാൻ കരുതി ഇത് ഉണ്ടാക്കുന്ന രീതി, തയ്യാറാക്കുന്ന വിധം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഓക്കെ, തീരാനായി, മാവ് തീരാനായിട്ടോ. അതാ തീരാനായി. സ്വർഗം താണിറങ്ങി വന്നതോ ഇതാ ഒന്നുകൂടെ തയ്യാറായി. ചൂടെടുക്കാം. ഇതാ തീരാനായിട്ടോ. ഇനി ഒന്നുകൂടെ ഉള്ളൂ. കുറച്ചിങ്ങനെ വലുതാക്കി കൊടുക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. അമൃതം പൊടി ലഭ്യമാവുകയാണെങ്കിൽ, കിട്ടാത്തവരുണ്ടാവാം, എന്നാലും എന്താണ് ഇപ്പം നാട്ടും പുറയാണെങ്കിലും അർബൻ ഏരിയയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇപ്പം എന്താണ് അംഗനവാടികളുണ്ടല്ലോ, അവിടെ നിന്ന് കുട്ടികളില്ലെങ്കിൽ കിട്ടാൻ പ്രയാസം. എന്നാൽ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അടുത്തോ എവിടെയെങ്കിലും അമൃതം പൊടി കിട്ടുകയാണെങ്കിൽ ഇത് ട്രൈ ചെയ്യണം കേട്ടോ എല്ലാവരും. നല്ലതാണ്, കുട്ടികളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ചിലപ്പോൾ എന്താണ് അമൃതം പൊടി ധാരാളമുള്ള വീടുകൾ തന്നെ ഉണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യുക, കുട്ടികൾക്ക് ഇങ്ങനെയുള്ള രൂപങ്ങളിലൊക്കെ ഈ അമൃതം പൊടി കൊടുക്കുക. ഡയറക്റ്റായിട്ട് കൊടുക്കാതെ ഇങ്ങനെയുള്ള ഷേപ്പുകളിൽ പല ഷേപ്പുകളിൽ കൊടുത്താൽ എന്താണ് കുട്ടികൾ വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. കൈ കഴുകട്ടെ. അപ്പോൾ ഇതാ തേങ്ങ ചിരവിയ പാത്രത്തിൽ തന്നെയാണ് ഉണ്ട ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ എല്ലാവരും കണ്ടല്ലോ, ഇതാണ് ഉണ്ട, അമൃതം പൊടി ഉണ്ട. എങ്ങനെ അമൃതം പൊടി ഉണ്ട തയ്യാറാക്കാമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. സ്കിപ്പ് ചെയ്യാതെ കണ്ട് എന്താണ് ഇഷ്ടപ്പെടുകയാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻസ് അറിയിക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. പിന്നെ എന്ത് ചെയ്യണം, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും അല്ലാതെ കാണുന്നവരും എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒക്കെ, സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യമായിട്ടാണെങ്കിലും അല്ലെങ്കിലും എന്ത് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സോ സിമ, ബൈ, താങ്ക് യു.